അഭിനയത്തിൻ്റെ സർവകലാശാല എന്നാണ് സത്യൻ മാഷ് എക്കാലത്തും പറയാറുള്ളത്. പ്രൈം മിനിസ്റ്റർ അടക്കമുള്ള നടന്മാരുള്ളപ്പോൾ പോലും അഭിനയത്തിൻ്റെ ചക്രവർത്തി എന്ന് വിളിച്ചത് സത്യൻ മാഷയാണ്. അതിൽ പ്രൈം മിനിസ്റ്ററിനോ മധുവിനോ ഒന്നും യാതൊരു വിരോധവും ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ ആരും അവരെ എതിർത്തിട്ടില്ല, അവർ അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സത്യൻ അഭിനയത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ സിനിമാ രംഗത്തിലേക്ക് വരുന്ന ഏത് നടനും ആദ്യം നോക്കി പഠിക്കേണ്ട ഒന്നാണ് സത്യൻ മാസ്റ്ററുടെ അഭിനയമെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. എന്നാണത്? തൻ്റെ കാലഘട്ടത്തിലെ മറ്റ് നടന്മാരെ അപേക്ഷിച്ച് സത്യൻ മാഷ് വളരെ കുറച്ച് ചലനങ്ങളെ ചെയ്യും, വളരെ കുറച്ച് ശബ്ദം ഉപയോഗിക്കും, വളരെ കുറച്ച് ചലനങ്ങളിലൂടെയും കുറച്ച് സൗണ്ട് പ്രസൻറ്റേഷൻ, കുറച്ച് ഡയലോഗ്സിലൂടെയും വലിയ വലിയ ജീവിതാനുഭവത്തിൻ്റെ വലിയ ഭാവങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് സത്യൻ അഭിനയത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ജക്ഷി എന്ന് പറഞ്ഞ പേരുള്ള സിനിമ കണ്ടിട്ട് അന്നത്തെ നിരൂപകർ എഴുതിയത് ഇതാ ഒരു അത്ഭുത നടൻ എന്നാണ്. ഒരു അത്ഭുത നടൻ മലയാളത്തിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് വന്ന മോഹൻലാലാകട്ടെ, മോഹൻലാൽ പറഞ്ഞത് സത്യൻ മാഷിരുന്ന സിംഹാസനത്തിൽ നിന്ന് ഇരിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. മമ്മൂട്ടി സത്യൻ മാഷ് കാല് തൊട്ട് വന്നിക്കുന്ന നമ്മുടെ അനുഭവങ്ങൾ പാളിക്കുന്ന സിനിമയുടെ സെറ്റിൽ ചെന്നപ്പോൾ അദ്ദേഹം ഉറങ്ങുകയായിരുന്നു. എങ്ങനെ ഉറങ്ങുന്നത്? ഒരു ചാക്ക് വിരിച്ച് അതിൽ കിടന്നുറങ്ങുകയായിരുന്നു. കമൽഹാസൻ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും വലിയൊരു നടൻ്റെ ആ വലിപ്പം ആ കാലഘട്ടത്തിൽ അറിയില്ലായിരുന്നു. സത്യൻ മാഷ് കൂടെ ഭാരതാരമായിട്ട് അഭിനയിച്ചിരുന്ന ആളാണ്. പലപ്പോഴും കമൽഹാസൻ ഉറങ്ങിപ്പോകുമ്പോൾ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന സത്യൻ മാഷായിരുന്നു. അപ്പോൾ ഇവിടെ സത്യൻ മാഷ് ഈ കൊച്ചു 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 ചലനങ്ങളിലൂടെ, കൊച്ചു കൊച്ചു ശബ്ദ പ്രകടനങ്ങളിലൂടെയാണ് അദ്ദേഹം വലിയ ഭാവങ്ങളെ ഉണ്ടാക്കിയത്. നമ്മൾ കാണുമ്പോൾ കുറച്ച് പ്രകടിപ്പിക്കുമ്പോഴും അതിനപ്പുറത്ത് വലിയൊരു ലോകം ഒളിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യാൻ കഴിയുന്നതാണ് ഏത് നടൻ്റെയും ഏറ്റവും വലിയ ശക്തി. ആ ശക്തി പലപ്പോഴും നമ്മുടെ പല നടന്മാർക്കും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ സത്യമാണ്. നിങ്ങൾ നോക്കൂ, അദ്ദേഹം ഒരു സ്റ്റണ്ട് സീനിൽ അഭിനയിച്ചുകൊണ്ട് ചിരിച്ചിട്ടാണ് വരിക. പിന്നീട് എത്രയോ നടന്മാർ അങ്ങനെ ചിരിച്ചിട്ട് വരുന്നത്. ക്രോസ് ബെറ്റ് എന്ന് പറഞ്ഞ സിനിമ കാണൂ ഉദാഹരണത്തിന്. തച്ചൂളിയോ തൻ്റെ മകൻ കാണൂ. അദ്ദേഹം ഒരു അംഗം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അംഗത്തിന് വരുന്നത് ചിരിച്ചുകൊണ്ടാണ്, മേലാകെ വിയർപ്പണിഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. കൂടെ അഭിനയിക്കുന്ന മകനായിട്ട് അഭിനയിക്കുന്ന പ്രേം നസീർ ഒരു തുള്ളി വിയർപ്പ് പോലും ഇല്ലാതെ ആണ് വരുന്നത്. സത്യൻ ഒറിജിനൽ ഒരു കളരി അഭ്യാസിയായിരുന്നു. ഇത് അദ്ദേഹം ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതാണ് വിയർപ്പണിഞ്ഞുകൊണ്ട് വരുന്നത്. അദ്ദേഹം നേരിട്ടിട്ടാണ് അതിൽ പങ്കെടുത്തത്. അതാണ് സത്യൻ അഭിനയത്തിൻ്റെ സവിശേഷതകൾ എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം.